കർത്താവിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് ദൈവത്തിന്റെ തിരുസന്നിധി പ്രകാരം ഇരിപ്പാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓഡിയബിൾ ആണോ? എന്റെ എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഇപ്രകാരം ദൈവവചനമായിട്ട് ദൈവസന്നിധി നിൽക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരിടത്തു നിന്നാണ് കർത്താവിനെ വിളിക്കുകയും വേർതിരിക്കുകയും കർത്തൃ ശുശ്രൂഷിക്കാൻ എന്നെ തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നുകയും ചെയ്തത്. കാരണം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു മർത്തോമാ കുടുംബത്തിലാണ്. എന്നാൽ മർത്തോമാ കുടുംബത്തിലാണെങ്കിൽ തന്നെയും ഹല്ലേലൂയ വളരെ ദൈവത്തോട് അത്ര ഒരു വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു അനുഭവത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞുകൂടിയിരുന്നത്, ആയിപ്പോയിരുന്നത്. കാരണം ജീവിത പ്രാരാബ്ദങ്ങളുടെ ഒത്തിരി അനുഭവങ്ങൾ കൂടെ എൻ്റെ മാതാപിതാക്കൾ കടന്നുപോയിരുന്നു. അതുമാത്രമല്ല, എൻ്റെ പിതാവ് ഒരു നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു. എന്നാൽ പിതാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ ദീർഘനാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് എൻ്റെ പിതാവിനെ ഒരു മദ്യപാനിയായിട്ടല്ല ഒരു മരണത്തിന് വിധിച്ചത്. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ പിതാവിനെ ഹല്ലേലൂയ പിന്നീട് വിശുദ്ധീകരിപ്പാനും ദൈവത്തെ സ്നേഹിപ്പാനുമുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ തനിക്ക് കൊടുത്തു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ താൻ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു. എന്നാൽ വളരെ പ്രത്യാശയോടുകൂടെയുള്ള ഒരു മരണത്തെ സ്വീകരിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ പിതാവിനെ സഹായിച്ചു. എൻ്റെ മാതാവും അപ്രകാരം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി താനും ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് കഴിഞ്ഞ ഒരു 3 വർഷത്തിനകത്ത് എൻ്റെ ഫാമിലിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ 4 മരണങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം, അത് ഒരു ഇടവേളയില്ലാതെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ എൻ്റെ കുടുംബത്തിൽ 4 പേര് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിനാൽ എല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിച്ച് കർത്താവിന്റെ പ്രത്യാശ ജീവിതത്തിൽ സ്വീകരിച്ചവരായിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ആരും നഷ്ടപ്പെട്ടവരായിട്ടല്ല പോയത്. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിലാണ് ചെന്നെത്തിയത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഞങ്ങളും ഈ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. എൻ്റെ പേര് ശോഭ സൂസൻ. ഞാൻ കോഴഞ്ചേരിയിൽ മാരാമണ്ണിൽ നിന്നാണ് ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മാരാമണ്ണിൽ വരാൻ ഒരു പ്രത്യേക കാരണം, ഈ ഒരു സമയത്ത് എനിക്കറിയാം ഇതിപ്പോ കർത്താവിന്റെ നിയോഗത്തിലാണ് ഞങ്ങൾ മാരാമണ്ണിൽ അല്ലെങ്കിൽ കോഴഞ്ചേരിയിൽ എത്തിയതെന്ന്. കാരണം ഞാൻ ഈ വിശ്വാസത്തിലോ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലോ വരുന്നതിന് മുൻപ് എന്നുവെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് തിരുവല്ല മർത്തോമ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിക്ക് അവിടെ തന്നെ ജോയിൻ ചെയ്തു. എന്നാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോഴാണ് കർത്താവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തത്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കൾ, ഞാൻ 6th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ ഇരുവരും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. എന്നാൽ അവർക്ക് ആ വിശ്വാസ ജീവിതത്തിനകത്ത് നിലനിൽക്കുവാൻ കഴിയാതെ പലവിധമായ ജീവിത പ്രതിസന്ധിക്കകത്ത് അവർ വീണ്ടും മടങ്ങി മർത്തോമായിലേക്ക് തിരികെ പോയി. എന്നാൽ മർത്തോമായിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല, പെന്തിക്കോസിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. വല്ലാത്തൊരു പിന്മാറ്റ അനുഭവത്തിന്റെ ജീവിത രീതിക്കകത്ത് എൻ്റെ മാതാപിതാക്കൾ തളയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തിയിലൂടെ ഇറങ്ങി വന്നതോടുകൂടെയാണ് എൻ്റെ കുടുംബം മുഴുവനും കർത്താവിലേക്ക് പൂർണ്ണമായിട്ടും വീണ്ടും മാനസാന്തരപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം തന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പെന്തക്കോസ്തിലെ പാസ്റ്റർമാരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. ഇനി ആ കുടുംബം രക്ഷപ്പെടത്തില്ല എന്ന് തന്നെ എഴുതി തള്ളിയ ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ വലിയവനായ കർത്താവിന്റെ സ്നേഹമാണ് വീണ്ടും ഞങ്ങളെ ഈ വിശ്വാസ അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് കോഴഞ്ചേരിയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ദൈവദാസന്റെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യതയും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കാരണം ഹല്ലേലൂയ എൻ്റെ വീട്ടിനകത്ത് വന്ന് ആരും ഒരു കർത്തദാസിന് വേണ്ടി വിവാഹം ആലോചിക്കത്തില്ല എന്നുള്ളൊരു അനുഭവത്തിലാണ് കർത്താവ് എന്നെ കർത്താവിന്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു യോഗ്യതയില്ലാത്ത അനുഭവത്തിൽ നിന്നാണ് ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അത് വലിയൊരു മഹനീയ പദവിയായിട്ട് ഞാൻ എൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എനിക്ക് ലഭിക്കപ്പെടുന്ന ഓരോ ചെറിയ അവസരം പോലും, 2 പേരോടാണ് സുവിശേഷം പറയുവാൻ അവസരം ലഭിച്ചതെങ്കിൽ പോലും അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജയൻ എബ്രഹാം. ഞങ്ങളായിരിക്കുന്ന ചർച്ചിന്റെ പേര് ഹാർവസ്റ്റേഴ്സ് ഫെലോഷിപ്പ് കോഴഞ്ചേരി. ഹല്ലേലൂയ. ഏകദേശം 13 വർഷത്തോളമായി ഞങ്ങൾ ഈ ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതിനു മുൻപ് ഞങ്ങള് വിവാഹത്തോടനുബന്ധിച്ചാണ് ഞാൻ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയിലേക്ക് ആയിത്തീർന്നത്.
പെന്തക്കോസ്തിലേക്കൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എങ്കിൽ എന്നെ ഒരു സുവിശേഷ വേലയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം, ഒരു കർത്തദാസന് വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്കൊന്നും എന്റെ മാതാപിതാക്കൾ ആയിട്ടില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരുണയാലും കൃപയാലുമാണ് ഞാൻ ഈ വേലയ്ക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുന്ന ഈ അനുഭവത്തിലാണ് ഞാൻ ഡിഗ്രിക്ക് ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഓരോ നിയോഗങ്ങൾ കർത്താവ് എന്റെ ജീവിതത്തിൽ തരുമായിരുന്നു. അതന്ന് നിയോഗമാണോ, ആത്മശക്തിയാണോ, വെളിപ്പാടാണോ, ദർശനമാണോ, ഇതൊന്നും പറഞ്ഞാൽ എന്റെ അമ്മയ്ക്കോ പപ്പായ്ക്കോ ഒന്നും മനസ്സിലാകുന്ന ഒരു അനുഭവം അല്ലായിരുന്നു. കാരണം ഓരോ നിയോഗങ്ങളെ പറയുമ്പോ അമ്മ പറയും, നിനക്ക് പ്രാർത്ഥിച്ചു വട്ടായി പോയതാണെന്നാണ് എന്നോട് പറയാറുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ചില നിയോഗങ്ങളൊക്കെ ഞാൻ അനുസരിക്കുമ്പോൾ അന്ന് കർത്താവ് എന്റെ ജീവിതത്തിൽ തന്ന ഒരു നിയോഗമാണ്. ഞാൻ പഠിച്ചത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരുവല്ല മർത്തോമ കോളേജിലാണ് പഠിച്ചത്. ഹല്ലേലൂയ. എന്നാൽ രാവിലെ പായിപ്പാടായിരുന്നു എന്റെ വീട്. പായിപ്പാട് കവലയിൽ വന്ന് ബസ് കയറിയിട്ടാണ് ഞാൻ തിരുവല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ തലേദിവസം വൈകിട്ട്, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷമൊന്നുമല്ല. മൂത്താങ്ങളെ ഭയങ്കര ഈ എന്നാ പറയുന്ന ഈ ഭയങ്കര ഈ വെസ്റ്റേൺ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ പുള്ളി എന്തോ ചെയ്യുമെന്നറിയോ, പുള്ളി ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ നാടും വീടും കേൾക്കുക, നാട്ടുകാരും കേൾക്കുക, എല്ലാവർക്കും ശല്യമാകുന്ന നിലയിൽ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സ്പീക്കറിൽ പാട്ട് വെക്കും. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിച്ചെന്താണ്ട് സംഭവിച്ചു പോയി. എന്റെ അന്യഭാഷ കേൾക്കുമ്പോൾ എന്റെ പ്രാർത്ഥിച്ചേതാണ്ട് സംഭവിച്ചു പോയി. അതുകൊണ്ട് ഇവളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു പുള്ളിയുടെ ആ ഇഷ്ടത്തിനകത്തുണ്ടായിരുന്നത്. പക്ഷെ ഇദ്ദേഹം പാട്ട് വെച്ച് തകർത്താലും ഞാൻ എന്റെ മുറിക്കകത്ത് കയറി സന്ധ്യയ്ക്ക് ഒരു 6:30 ആകുമ്പോൾ അതിപ്പോഴും ആ പ്രാർത്ഥന അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഒരു 6:30 മുതൽ 8:30 വരെ എനിക്ക് ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കർത്താവ് എനിക്ക് നിയോഗങ്ങളെ തരുന്നത്. അതന്ന് നിയോഗമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ നിയോഗത്തിനകത്ത് അന്ന് വെളിപ്പെട്ട, അന്ന് ഒരു പാസ്റ്റർമാര് ഞങ്ങളെ ഗൈഡ് ചെയ്യാനില്ല, അത് പറഞ്ഞു തരാനില്ല. കാരണം പറയാൻ പേടിയാ. ഒന്നാമത് വീട്ടിൽ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പ്രതിസന്ധി. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ ഇതൊരു പാസ്റ്ററോടോ അല്ലെങ്കിൽ വേറൊരാളോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറയത്തുമില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ കാണിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരു ബസ്, അത് കോഴഞ്ചേരിയിലേക്ക് ലക്ഷ്യമാക്കി പോകുന്ന ഒരു ബസ്സാ. ആ ബസിന്റെ ബോർഡ് കോഴഞ്ചേരി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നതാ. കറക്റ്റ് സമയത്ത് ഞാൻ 9 മണി സമയത്ത് പായിപ്പാട് കവലയിൽ എത്തും. 9:15 എനിക്ക് തിരുവല്ലായിക്ക് ഒരു ബസ് വരുന്നത്. അതിനു മുമ്പ് ബസ്സുണ്ട്, പക്ഷെ 9:15 ബസ്സിന് കൂട്ടുകാരൊക്കെ വരുന്നോണ്ട് അതേ കയറിയാണ് തിരുവല്ലായിക്ക് പോകുന്നത്. പക്ഷെ അന്ന് തലേദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവിനെ കാണിച്ചു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു ബസ്, ആ ബസ്സിനകത്തേക്ക് ഞാൻ കയറുന്നു. എന്തിനു വേണ്ടി കയറുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ ബസ്സിലേക്ക് ഞാൻ കയറി. എന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം അത് എടുത്തെടുത്ത് കാണിച്ചതുകൊണ്ട് ഏതോ ദൈവഹിതമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആരോടും ചോദിക്കാതെ പറയാതെ ഞാൻ തിരുവല്ലായിലേക്ക് പോകണ്ട, ഞാൻ നേരെ കോഴഞ്ചേരിക്ക് ബസ് കയറി. ഹല്ലേലൂയ. അങ്ങനെ കോഴഞ്ചേരി വന്നിട്ട് അല്പസമയം കഴിഞ്ഞപ്പോ കണ്ടക്ടറിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ട് പോകാൻ? എനിക്കറിയത്തില്ല എവിടോട്ട് പോകണമെന്നൊന്നും. പക്ഷെ ഞാൻ പെട്ടെന്ന് നാവെടുത്ത് കോഴഞ്ചേരിയിൽ നിന്ന് നാവിന്റെ ഉത്തരം യഹോവയാൽ വരുന്നു. ഹല്ലേലൂയ. ചില കൺഫ്യൂഷൻ സ്റ്റേജുകളിൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ നാവിന്മേൽ അങ്ങ് പരിവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പെട്ടെന്ന് നാവെടുത്ത് കോഴഞ്ചേരി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അല്പസമയത്തിന് ശേഷം സീറ്റ് കിട്ടി. ഞാൻ കോഴഞ്ചേരിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സീറ്റയിൽ ഇരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ ബസ്സിൽ ഭയങ്കര തള്ളായി. ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഹല്ലേലൂയ. കണ്ണു തുറന്നപ്പം ബസ് സ്റ്റാൻഡിലെത്തി, കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിലെത്തി. ഹല്ലേലൂയ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട്, കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആകെ 2-3 അന്യഭാഷയുടെ ചെറിയ ഒരു ഇത് മാത്രമുള്ള, ഇന്നത്തെ പോലുള്ള അന്യഭാഷ അന്ന് ഞാൻ പ്രാപിച്ചിട്ടില്ല. ഇതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോ ആരോ എന്നെ തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയ്ക്കോട്ട് ഞാൻ പോയി നിന്നു. അവിടെ ചെന്ന് നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഫസ്റ്റ് അവർ ക്ലാസ്സിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് കയറി ചെല്ലണമെന്നുള്ള ടെൻഷനും ഉള്ളിലുണ്ട്. പക്ഷേ അവിടെ നിന്നപ്പോ ആ കോഴഞ്ചേരി ബസ്, പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി അമ്മ പറയുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിച്ച് വട്ടായി പോയതാണോ, എന്നെ എങ്ങോട്ടേലും തെറ്റിച്ചോണ്ട് പോയതാണോ എന്നൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ആ മൂലയ്ക്കോട്ട് മാറി നിന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഈ ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം, നീ ഈ ദേശത്തിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ ഈ ദേശത്തെ ജനത്തിന്റെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ ഈ ദേശത്തിന്റെ നുഖങ്ങളെ
എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെ, അന്ന് ഇന്നാണെങ്കിൽ ഈ പ്രാർത്ഥന വാചകങ്ങളൊക്കെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവിക ജ്ഞാനമെങ്കിലും ഉണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുമെന്നോ ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നോ ഒന്നും എനിക്കറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നത്. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ദേശത്തു നിന്ന് മരണത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കൊലയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരെ വിടുവിപ്പാൻ നോക്കേണ്ടുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതൊന്നും എനിക്ക് ഇതൊക്കെ ഗ്രഹിക്കുവാൻ പ്രയാസമായിരിക്കുന്ന വാക്കുകളും വാചകങ്ങളുമായിരുന്നു. എങ്കിലും ഞാൻ അവിടെ നിന്ന് 2-3 വാചകങ്ങളിൽ ഇത്രയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ എന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിലും നാവിലേക്ക് ഇതൊന്നും വരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന്, കർത്താവേ, ഈ ദേശത്തെ ജനത്തെ രക്ഷിക്കണമേ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്റെ ഈ ചെറിയ പ്രാർത്ഥന കൊണ്ട് എന്തോ സംഭവിക്കുമെന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആ സമയത്ത് ഒറ്റ പേടി, ക്ലാസ്സിലെത്തുമ്പോ സാർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും. അല്ലെങ്കിൽ 1 അവർ ഇനി ഇന്നത്തെ അറ്റൻഡൻസ് ഇല്ലാതെ പോകും എന്നൊക്കെയുള്ള ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എന്താ പ്രാർത്ഥിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങളായിരിക്കുന്നത് കോഴഞ്ചേരി പട്ടണത്തിലാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം കോഴഞ്ചേരി പട്ടണത്തിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് എനിക്ക് ഒരു ചിന്തയും ഇല്ലാതിരുന്ന സമയത്താണ്. എന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല, പെന്തക്കോസ് എന്താണെന്ന് പോലും അറിയാത്തൊരു സമയത്താണ് ഇങ്ങനെ കോഴഞ്ചേരി പട്ടണത്തിന് വേണ്ടി ഇങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ 2-3 ആവർത്തി ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരുന്നു. ആരോടും പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. വീട്ടിൽ ചെന്നാലും ഇത് അമ്മയോട് പറഞ്ഞാൽ അമ്മ പറയും. കാരണം പല സമയത്ത് പല പ്രാവശ്യം പല ഭവനങ്ങളിലേക്ക് കടന്നു പോകണം. ഒരിക്കൽ വെള്ളാപ്പള്ളിയിൽ ഒരു ഭവനത്തിലേക്ക് കടന്നു പോകണം എന്നൊരു ആലോചന ലഭിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അച്ഛ അറിഞ്ഞ, ഞാൻ എന്റെ പപ്പായെ അച്ഛ എന്നാ വിളിക്കുന്നത്, അച്ഛ അറിഞ്ഞാൽ നിന്നെ ശരിയാക്കും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ നിർബന്ധിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. എന്റെ കൂട്ടത്തിലൊന്നും എനിക്ക് കൂടെ വരാൻ ആരുമില്ല. അവിടെ ചെന്നിട്ട് എന്നാ പറയേണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് തരുന്ന ഒരു നിയോഗത്തെ അനുസരിക്കുക, ഇത് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാന്ന് തന്നെ എനിക്കറിയാം. കാരണം അവിടെ ചെന്നിട്ട് വചനം വായിക്കുകയും വചനം വായിച്ച് സങ്കീർത്തനം വായിച്ചിട്ട് ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുക മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷെ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓർക്കും, ഇത് ബൈബിള് വായിക്കുവാണെങ്കിൽ ഇത് പിശാചിൽ നിന്നുള്ളതല്ല, ഇത് പിശാചിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്റെ സ്വന്തം ബുദ്ധിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് ശരിക്കും ദൈവം തന്നെ ചെയ്യുന്നതാണ്, ഇത് ദൈവമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഞാൻ പൂർണ്ണ സമയം വേർതിരിക്കപ്പെടുന്നത് ഞാൻ എന്റെ വിവാഹത്തോടുള്ള ബന്ധത്തില്. പക്ഷെ അതിനു മുൻപ് തന്നെ ഇങ്ങനെ പേടിച്ചും ഭയന്നും ഒക്കെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവ് തരുന്ന നിയോഗത്തിനനുസരിച്ച് നീങ്ങാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ വിളി സുവിശേഷ വേലയ്ക്കുള്ള വിളിയാണെന്ന് എനിക്കൊരു ഉത്ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു വിവാഹം എനിക്ക് വന്നാൽ അതൊരിക്കലും എന്റെ ജീവിതത്തിൽ സൂട്ടാകത്തില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒറ്റ രാത്രി മുഴുവൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന്റെ തലേ ദിവസം ഒരു രാത്രി ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് ഓൾ നൈറ്റ് ഇരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് ചിലപ്പോൾ അത് നടക്കാതെ വരുമായിരിക്കും. പക്ഷേ എന്റെ ജീവിതത്തിനകത്തെ നിർണായകമായ ഒരു തീരുമാനത്തിനകത്തേക്ക് കടക്കേണ്ട സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ല. അമ്മയ്ക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പ വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലാണ്. വെള്ളം അടിക്കുമോ എന്ന് ചോദിച്ചാൽ വെള്ളം അടിക്കും. ബീഡി വലിക്കുമോ എന്ന് ചോദിച്ചാൽ ബീഡിയും വലിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആങ്ങളമാര് രണ്ടുപേരും നല്ലൊരു വിശ്വാസ അനുഭവത്തിലല്ല. അവിടെ എന്നെ ഗൈഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ഹല്ലേലൂയ. ഒറ്റ രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു നിയോഗവും ഹല്ലേലൂയ സ്തോത്രം കർത്താവ് തന്നതിന് ശേഷമാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ച് കർത്താവിന്റെ വേലയിലായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ വിവാഹത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. നോർത്ത് ഇന്ത്യയിൽ 2 കർത്താവിന്റെ വേലയിലായിരുന്നു. അതിനുശേഷം മാതാപിതാക്കൾ പെട്ടെന്ന് സുഖമില്ലാതെ വന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ മിനിസ്ട്രിയൊക്കെ പലയിടങ്ങളിൽ പോയി ചെയ്തുകൊണ്ടിരുന്നു. ഒരു പൊതുവായ മിനിസ്ട്രിയിലേക്ക് വന്നിരുന്നില്ല. എന്നാൽ വ്യക്തമായ ഒരു ദൈവിക ദർശനം അന്ന് തന്നെ, എനിക്കറിയത്തില്ല, ഞാൻ വർഷങ്ങൾക്ക് മുൻപേ കോഴഞ്ചേരിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ അതേ സ്ഥാനത്തേക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് ദൈവഹിതത്താൽ ഞങ്ങളെ കൂട്ടി വരുത്തി. ഇന്ന് ഹല്ലേലൂയ കോഴഞ്ചേരിയിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിട്ട്, മാരാമണ്ണ് കർത്താവിന്റെ വേലയിലായിട്ട് ഏകദേശം ഒരു 13 വർഷത്തിന് മുകളിലാകുന്നു. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങള്, എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. 2 പേരും പൂനായിൽ സിംബയോസിസില് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. മോന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം മോന് അവിടെ എങ്ങും ജോലിക്ക് കയറിയില്ല. നാട്ടിലേക്ക് വന്നു. കർത്താവ് 1 മാസത്തിന് മുമ്പ് TMM ഹോസ്പിറ്റലിൽ അവന് ജോലിക്കൊരു ഇത് തന്നു. അവന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോള് ഇപ്പോ പൂനെയിൽ തന്നെയാണ്. ഈ ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കിനും മോളുടെയും ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മോള് നാട്ടിലേക്ക് കടന്നു വരും.
ഒന്നിച്ച് കർത്താവ് ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, ഒരു സ്റ്റേജിൽ നിന്ന് ഒരുപോലെ ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തണം, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അതിന് എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പിതാവിനോട് ചേർന്ന സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഉദരത്തിൽ അവനെ ചുമന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു. ഞാൻ അവനെ ദൈവവേലയ്ക്ക് നേർന്നിട്ടില്ല, പക്ഷെ നിർബന്ധിക്കാതെ വേണം കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ സ്വയമേ ഒരു തീരുമാനം എടുക്കുവാൻ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ഇരുവരെയും സഹായിച്ചു. സ്തോത്രം. അതിനെനിക്ക് കർത്താവിനോട് നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ നേർന്നു കഴിഞ്ഞാൽ അത് നിവർത്തിച്ചില്ല എങ്കിൽ അത് അതിലും വലിയ പ്രയാസമായി തീരും. ഒരിക്കൽ ഞങ്ങളുടെ പാസ്റ്റർ ദൈവസന്ധി വചന ശുശ്രൂഷിച്ച സമയത്ത് ഞാൻ ഉദരത്തിൽ അവനെ വഹിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവനെ നേരുന്നില്ല, ഇതെന്റെ ഒരു നേർച്ചയൊന്നുമല്ല, പക്ഷേ ഹല്ലേലൂയ മരണനാഴിക വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ മരണശേഷവും കർത്താവിന്റെ വേലയിൽ അവർ തുടരണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ട്. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തലമുറകളെ കുറിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ അതിന് മഞ്ഞും മഴയും അയക്കുവാൻ നമ്മളെ ഹല്ലേലൂയ സഹായിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം. ഇതിലധികമായി ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അത് ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ആത്മീക ശുശ്രൂഷകർ അത് വെളിപ്പെട്ടു വരും, ചില വചന ഭാഗങ്ങളുള്ള ബന്ധത്തിൽ അത് വെളിപ്പെട്ടു വരും. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് എന്നെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് തിരുവചന ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വചന ഭാഗം ഇതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. അതിന് താഴോട്ട് കുറച്ച് വാക്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മുൻപേയുള്ള പ്രവാചകന്മാരും അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടവരാണ് എന്നാണ് ആ തിരുവചന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതി നിമിത്തം എവിടെയെങ്കിലും ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ? ഹല്ലേലൂയ. നിശ്ചയമായും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുവാൻ ഇടയായി തീരും. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2023 മുതൽ ഇങ്ങോട്ട് താഴെ ഉള്ള അനുഭവത്തിൽ പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം മനുഷ്യരാലും ഹല്ലേലൂയ പിശാചിനാലും ഹല്ലേലൂയ സ്തോത്രം കൂട്ടു സഹോദരങ്ങളാലും ഒക്കെ ഉപദ്രവിക്കപ്പെട്ട ഹല്ലേലൂയ വല്ലാതെ ഉപദ്രവിക്കപ്പെട്ട തിന്മയായി കളവ് പറയപ്പെട്ട ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അതിനകത്തൊക്കെയും കർത്താവ് ഹല്ലേലൂയ ഈ അടുത്ത കാലത്താണ് ഈ വചനത്തിന്റെ ഹല്ലേലൂയ ആഴമേറിയ അർത്ഥത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിശ്ചയമായും അവർക്കുള്ളതാണ്. അതിനകത്ത് യാതൊരു ഹല്ലേലൂയ യാതൊരു ഇതും ഇല്ല. കാരണം നീതി നിമിത്തം എവിടെയൊക്കെ ഉപദ്രവിക്കപ്പെടുന്നുവോ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ഹല്ലേലൂയ സീറ്റ് ഉറപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ എന്നാണ് തിരുവചനം പറയുന്നത്. വലിയൊരു അക്കൗണ്ട് അവിടെ തുറക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് തിന്മ കളവായി പറയുമ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് സ്വർഗരാജ്യത്തിലെ അക്കൗണ്ടിനകത്ത് നമുക്ക് ചില നിക്ഷേപങ്ങളെ കർത്താവിടെ ഒരുക്കി തരികയാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വേദഭാഗം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ അടുക്കലേക്ക് തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീയാണോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവനോട് ചോദിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ, അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തിരുവചനവുമായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു മനസ്സോടെ അടുത്തു വരുന്നപ്പാ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനത്തിന്റെ ശക്തി എത്തേണ്ട ഇടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവാം ദൈവം തിരുവചനത്തെ പ്രസ്താവിക്കുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഹിതം എന്താണോ ആ ദൈവഹിതം എല്ലാ ഇടത്തേക്കും എത്തുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വചനം അയച്ചാൽ ആ വചനത്തിന് അങ്ങയുടെ പ്രവൃത്തി ചെയ്യാതെ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ലല്ലോ പിതാവേ. ആകയാൽ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ വചനത്തിൽ നിന്ന്
ഹാലേലൂയ, അങ്ങയുടെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കഴിയുന്ന ദൈവകൃപ കൊണ്ട് അടിയനെയും അഭിഷേകം ചെയ്യണമേ. ഏകാഗ്ര ഹൃദയത്തോടെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിയെ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ചു തരണം അപ്പ. വിശ്വാസം കേൾവിയാലും കേൾവി അങ്ങയുടെ വചനത്താലും വരുന്നുവല്ലോ. ആകയാൽ ഈ വചന കേൾവി കർത്താവെ അങ്ങയുടെ വചനത്തിൽ നിന്നുള്ളത് തന്നെ ആയിരിക്കട്ടെ പിതാവേ. ഞങ്ങൾ ഈ വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അപ്പ. ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് വചനഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. ഒന്ന്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അങ്ങനെ തന്നെ ഉപദ്രവിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകിയാൽ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. ഹല്ലേലൂയ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ആർക്കെങ്കിലും സന്തോഷിക്കുവാൻ കഴിയുമോ? ഉപദ്രവം എപ്പോഴും നമ്മൾക്ക് വേദനയാണ്. ഉപദ്രവം എപ്പോഴും നമുക്ക് സങ്കടമാണ്. ഉപദ്രവം നമുക്ക് നൽകുന്നത് ഹല്ലേലൂയ സന്തോഷമല്ല, മറിച്ച് അത് സങ്കടവും വേദനയും ദുഃഖവും നിരാശയും ഒക്കെയാണ്. എങ്കിലും ഹല്ലേലൂയ, മത്തായി സുവിശേഷം 11-ാം അധ്യായം യോഹന്നാനെ കുറിച്ചുള്ള ബന്ധത്തിൽ നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. കാരണം ഒരു ഉപദ്രവം വന്നപ്പോൾ സംശയിച്ചു പോയ ഒരു അനുഭവം യോഹന്നാന്റെ ഹല്ലേലൂയ അനുഭവത്തിനോടനുബന്ധിച്ച് നമുക്ക് കാണാം. യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാനേക്കാൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനെന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽക്ക് തന്നെ ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരേണ പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിനകത്തേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ യാത്ര സ്വർഗരാജ്യം എന്നുള്ള ഒരു അനുഭവത്തിലാണ്. ഈ ഭൂമിയിലെ 70 വയസ്സ് 80 വയസ്സ് കഷ്ടവും രോഗവും ദുഃഖവും ഒക്കെ വഹിച്ച് ഹല്ലേലൂയ ഇതിനകത്ത് ദൈവം നമുക്ക് മക്കളെ നൽകുന്നു, മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് വിസ ലഭിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബജീവിതം അനുഭവിക്കുന്നു, അവരുടെ തലമുറകളെ നമ്മൾ കാണുന്നു, അവരെ വളർത്തുന്നു. ഇതൊക്കെ നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് സ്വർഗരാജ്യത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വസ്ഥത എന്ന വാഗ്ദത്തത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ഹല്ലേലൂയ ആത്യന്തികമായ ദൈവേഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് നാം ഇവിടെ ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിക്കുകയും ജാതികളിലേക്ക് സുവിശേഷം എത്തിക്കേണ്ടതിന് നമ്മെക്കുറിച്ച് ആവും പോലെ ഒക്കെ നാം ഹല്ലേലൂയ ദൈവിക പദ്ധതികൾക്ക് ചുമൽ കൊടുക്കുകയും ചെയ്യുന്നവരുമായി തീരാം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഇതിനൊക്കെ അപ്പുറമായിട്ട് സ്വർഗരാജ്യത്തിലെ കുറിച്ചുള്ള ആ ദർശനത്തിൽ നാം മുന്നേറുമ്പോൾ ഹല്ലേലൂയ നീതി നിമിത്തമായി നാം ഉപദ്രവിക്കപ്പെടും. ആരാണ് നമ്മുടെ നീതി? ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ നമുക്കൊരു നീതിയില്ല. കർത്താവായ യേശു ക്രിസ്തു ആണ് നമ്മുടെ നീതി. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിമിത്തം നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ ഹല്ലേലൂയ, സ്തോത്രം, തടവനുഭവിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വേല നിമിത്തം, യേശു ക്രിസ്തുവിന്റെ വചനം നിമിത്തം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിമിത്തം ഹല്ലേലൂയ പത്മോസ് എന്ന ദ്വീപിലായി. ഹല്ലേലൂയ. പത്മോസ് എന്ന ദ്വീപിലെ ഒരു ഏകാന്ത തടവിലേക്ക് താൻ അയക്കപ്പെട്ടു. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട തന്റെ ജീവിതത്തിലേക്ക് ഇന്ന് വെളിപ്പാട് പുസ്തകം നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുവാൻ, ഹല്ലേലൂയ സഭകളെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുവാൻ, സർദിസിലെ സഭയുടെ, എഫെസോസിലെ സഭയുടെ, ഹല്ലേലൂയ ലവോദിക്യ സഭയിലെ, ഫിലദൽഫിയ സഭയുടെ ഹല്ലേലൂയ അനുഭവങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് നമ്മോട് പ്രസാദം തോന്നി. ആ കർത്തൃദാസൻ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും എന്ന സത്യനിമിത്തം താൻ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, താൻ പീഡനം അനുഭവിക്കേണ്ടതിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ഒരു വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിനകത്ത് നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം അത് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രാ അനുഭവത്തിനകത്ത് ഹല്ലേലൂയ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പലപ്പോഴും ഈ ഭാഗ്യ പദവി എന്തെന്ന് നമ്മുടെ മാനുഷിക കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ തൽക്കാലത്തേക്കുള്ള പ്രതിസന്ധിയിലോ പ്രതികൂലത്തിലോ നമുക്കത് ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന ചിലതാണ്. എന്നാൽ ദൈവവചനം ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ ദേശത്തിനകത്ത് ഹല്ലേലൂയ, ഞാൻ എന്റെ ദേശത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കേണ്ടതിന് ഹല്ലേലൂയ അവരറിയാതെ ഇവരറിയാതെ ഹല്ലേലൂയ
പപ്പ അറിയാതെയൊക്കെയാ. പപ്പ ചിലപ്പോഴും എന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുഞ്ഞിന്റെ പപ്പ ഹലേല് കർത്താവിന്റെ വേലയിൽ മാവേലിക്കരയിൽ ഉണ്ടായിരുന്ന ഒരു കർത്തദാസനായിരുന്നു. ഹലേല് എനിക്ക് വീട്ടിൽ നിന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇറങ്ങിപ്പോയാൽ ഒത്തിരി പരിധികൾ ഉണ്ടായിരുന്നു. ഹലേല് കാരണം എന്നോട് എപ്പോഴും ഹലേലുയാ സ്തോത്ര അച്ഛ പറയും, ഇവിടുന്ന് പെന്തക്കോസ്തിലേക്കോ എന്റെ വീട്ടിൽ പാസ്റ്റർമാര് കയറി വന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലയളവിലും ഹലേലുയാ സ്തോത്രം പെന്തക്കോസ്തിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറയുന്ന അനുഭവത്തിനകത്തും ഹല്ലേലൂയ എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ സഹോദരിയുടെ അല്ല എന്റെ കൂട്ടുകാരിയുടെ പപ്പ 21 ദിവസം ഉപവസിക്കുമ്പോൾ ആ പ്രിയ കുടുംബം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. ഒളിച്ചും പാത്തും രാവിലെ കോളേജിൽ പോവുകയെന്ന് പറഞ്ഞ് നേരെ മാവേലിക്കരയ്ക്ക് വിടും. ഹല്ലേലൂയ. മാവേലിക്കരയിൽ രാവിലെ 10:30 നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ തിരുവചനം കഴിയുമ്പോഴത്തേന് അവിടുന്ന് പാഞ്ഞു കെട്ടി ഓടും. ഹല്ലേലൂയ. നേരെ തിരുവല്ലായിൽ വരും. എല്ലാവരും പിള്ളേരെല്ലാം ബസ് കയറാൻ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ 3 മണിയാകുമ്പോഴത്തേനും 3:30 ആകുമ്പോഴത്തേനും ഞാനും അവിടെ പ്രസന്റ് ആകും. ഹല്ലേലൂയ. പക്ഷെ പോയത് ക്ലാസ്സിലല്ല, പോയത് ഉപവാസ പ്രാർത്ഥനയ്ക്കാ. ഹല്ലേലൂയ. അന്ന് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ട് വീട്ടിൽ വരുമ്പോ ചിലപ്പം അപ്പ കാണും, ചില സമയത്ത് ആരെങ്കിലും പറയും ഇന്ന് അവള് പോയത് കോളേജിലേക്കല്ല, ചിലപ്പോ അമ്മയുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ വരും ഇന്ന് കോളേജിൽ പോയതല്ല, ഇന്ന് എവിടെയോ പ്രാർത്ഥനയ്ക്ക് തെണ്ടാൻ പോയിരിക്കുവായിരുന്നു എന്ന് പറയുന്ന ഒരു വാചകം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെ വരുമ്പോ കണ്ണുരുട്ടിയിട്ട് അങ്ങ് അകത്തോട്ട് കയറി ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ അന്ന് വൈകിട്ട് നന്നായിട്ട് കുടിക്കും. അന്ന് വൈകിട്ട് നന്നായിട്ട് കുടിച്ചിട്ട് പകല് പറയാൻ കഴിയാത്തതെല്ലാം രാത്രിയില് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ അത് പറഞ്ഞിട്ടല്ലേ അത് അറിഞ്ഞത്. ഹല്ലേലൂയ. അമ്മ എന്നോട് പറയും, നീ ഇങ്ങനെ തോന്നിവാസം കാണിച്ചിട്ടല്ലേ ഞാനത് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാനൊരു അമ്മയാണ്. ഹല്ലേലൂയ സ്തോത്രം. കെട്ടഴിച്ചു വിടാൻ കഴിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇന്ന് ഓർക്കുമായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ചിലപ്പോ ചില ഇടങ്ങളിലേക്കൊക്കെ വണ്ടിയിൽ എന്നെ ആത്മീക ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്ന എന്റെ മകനാണ്. ഹല്ലേലൂയ. അന്ന് ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിൽ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അന്ന് കർത്താവ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി എഴുതി വെച്ചൊരു കാര്യമാണ്, നാളത്തേതിൽ നിന്റെ തലമുറ ഹല്ലേലൂയ നിനക്ക് അനുകൂലമായിട്ട്, നിന്റെ കുടുംബം നിനക്ക് അനുകൂലമായിട്ട് കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ എവിടൊക്കെ പോകണമോ അവിടൊക്കെ എന്നെ കൊണ്ടുപോകാൻ ഹല്ലേലൂയ തയ്യാറായിട്ടുള്ള ഒരു പൈതലിനെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ ലീവ് എടുത്ത് വേണമെങ്കിൽ വരാനും അവൻ തയ്യാറാ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ നീതി നിമിത്തം ഇന്ന് ഉപദ്രവിക്കപ്പെട്ടാൽ നാളത്തേതിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, ചെവി കൊണ്ട് കേൾക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകന് പോലും ചില സമയം അത് മറഞ്ഞിരിക്കും. പക്ഷേ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മാന്യ പദവികളിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് പിന്നെയും മുൻപോട്ട് പോകാം. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ യേശുവിനോട് ആളയച്ച് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് താൻ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യേശു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം യോഹന്നാൻ വ്യക്തമായി വെളിപ്പാട് കിട്ടിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ യേശുവിനെ കണ്ടു വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒരു അനുഭവം വന്നപ്പോൾ ഹല്ലേലൂയ താൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ, നീ തന്നെയാണോ യഥാർത്ഥ ക്രിസ്തു, നീ തന്നെയാണോ ഹല്ലേലൂയ വരുവാനുള്ളവൻ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, വ്യക്തമായ വെളിപ്പാട് ലഭിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമായ ദൈവിക നിയോഗം ലഭിക്കപ്പെട്ട ചില വിഷയങ്ങൾക്കകത്തു പോലും നമ്മെ തകർത്ത് കളയണമെന്നുള്ളത് പിശാചിന്റെ വലിയ തന്ത്രവും അവന്റെ വലിയ പദ്ധതിയുമാകിയാൽ ഈ ദിവസങ്ങൾ ആത്മാവിൽ ജാഗ്രതയോടെ ഹല്ലേലൂയ നമ്മുടെ ആത്മമണ്ഡലത്തിനകത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്, സംശയിക്കാതെ അതിനെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മശക്തിയിൽ മുൻപോട്ട് പോകുക എന്നുള്ളതിനകത്ത് നമ്മെക്കുറിച്ചൊരു വലിയ ദൈവ പദ്ധതി കിടപ്പുണ്ട്. അപ്പോൾ തന്നെ പിശാചിനും അതിനകത്തൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലയിൽ താക്കോല് ലഭിച്ചാൽ ഇവനെ കൊണ്ട് ആ താക്കോൽ ഉപയോഗിക്കപ്പെടത്തില്ല, അവനെ കൊണ്ട് ഞാനത് ഉപയോഗിപ്പിക്കത്തില്ല എന്നുള്ള വലിയൊരു പൈശാചിക പദ്ധതിയും അതിന്റെ പിന്നിൽ മറിഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിൽ പോലും നമുക്കത് കാണാം. ഹല്ലേലൂയ. റാമയിൽ ഒരു നിലവിളി കേട്ടു. ഹല്ലേലൂയ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കാരണം ഹല്ലേലൂയ സ്തോത്രം, കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ വരെ പ്രവചിച്ചു. അബ്രഹാം മുതൽ യെശയ്യാവ്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഹല്ലേലൂയ വളരെയധികം യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഹല്ലേലൂയ അവർ പ്രവചിച്ചു. ഹല്ലേലൂയ വെളിപ്പെട്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ഇരുട്ടിൽ നിന്ന് ജനത്തെ വിടുവിപ്പാനിരിക്കുന്ന ആ ദൈവ പദ്ധതിക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവാചകന്മാർ പലർ പ്രവചിച്ചു, മാറി മാറി പ്രവചിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്നാല് ഹല്ലേലൂയ സ്തോത്രം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ഹല്ലേലൂയ മറിയയോട് കർത്താവ് പറഞ്ഞു. അപ്പോൾ മറിയ ചോദിക്കുകയാണ്, ഞാൻ ഇത് എന്തൊന്നിനാൽ വിശ്വസിക്കും? അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ ദൂതൻ അവളോട് പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ഹല്ലേലൂയ എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. ഹല്ലേലൂയ മറിയ ചോദിക്കും, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ ഒരു കന്യകയ്ക്ക് ഗർഭിണിയാകുവാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടോ? ചരിത്രത്തിൽ അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ മറിയ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ തയ്യാറായി. പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കുവാൻ അവൾ തയ്യാറായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ ചില ദൈവിക നിയോഗങ്ങൾ നമ്മുടെ ഡെഡിക്കേഷനകത്ത്, നമ്മുടെ സമർപ്പണത്തിനകത്താണ് ഹല്ലേലൂയ ചില നിയോഗങ്ങൾ ഹല്ലേലൂയ അത് ശക്തമായി വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ അതിനെ അനുസരിപ്പാൻ നമുക്ക് അങ്ങനെ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ ഹല്ലേലൂയ വചനത്തെ വിശ്വസിപ്പാൻ പോലും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു ദൈവിക നിയോഗം പ്രാപിച്ച ഒരു ബ്രദറുകാരുടെ ഭവനത്തിലേക്ക്, ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചിയാ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പോയി ഹല്ലേലൂയ ആ അമ്മച്ചി പ്രാർത്ഥിക്കുന്നയാളാണ്. ഹല്ലേലൂയ അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് വൈകിട്ട് 6:30 ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എനിക്ക് ആ അമ്മച്ചിയുടെ ഭവനത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഹല്ലേലൂയ അത് മാത്രമല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് ഇച്ചിരി ദൂരേക്ക് മാറി പോകണം. ഹല്ലേലൂയ ബസ്സിന് പോകാൻ പറ്റത്തില്ല, നടന്നു തന്നെ പോകണം. കാരണം നടന്നു പോയാലേ കർത്താവ് കാണിച്ച വഴിയരികിലെ അടയാളങ്ങളൊക്കെ നോക്കി നോക്കി എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഞാൻ ചില ഭവനങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഹല്ലേലൂയ കർത്താവ് സന്ധ്യയ്ക്ക് കാണിച്ച വ്യക്തമായ അടയാളങ്ങൾ പിറ്റേ ദിവസം അത് നോക്കി മനസ്സിലാക്കി ഞാൻ ആ അമ്മച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഹല്ലേലൂയ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് മറ്റൊരു വ്യക്തമായ അടയാളം ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ വീടിന്റെ മുറ്റത്ത് ഹല്ലേലൂയ ഈ പരമ്പ ഉണ്ടല്ലോ, പണ്ടത്തെ പരമ്പായല് ഹല്ലേലൂയ നെല്ല് ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടിരിക്കുക. ആ പായയുടെ അറ്റത്തു നിന്ന് ഒരു പൂവൻ കോഴി, ഒരു ചുവന്ന പൂവൻ കോഴി അത് കൊത്തി തിന്നോണ്ടിരിക്കുക. ഇതാണ് എനിക്ക് കിട്ടിയ അടയാളം. ഹല്ലേലൂയ അങ്ങനെ അമ്മച്ചിയുടെ വീട് ലക്ഷ്യമാക്കി ഈ അടയാളം നോക്കി നോക്കി ചെന്നു. അങ്ങനെ ആ ചെല്ലുന്ന സമയത്താണ് ഈ അമ്മച്ചിയുടെ വീട് വ്യക്തമായിട്ട് ഹല്ലേലൂയ തലേദിവസം പ്രാർത്ഥനയിൽ ഞാൻ കണ്ട ആ വ്യക്തമായ അടയാളം ആ അമ്മച്ചിയുടെ വീടിന്റെ മുറ്റത്ത് ഞാൻ കണ്ടു. ഹല്ലേലൂയ സംശയം കൂടാതെ ഞാൻ അവിടേക്ക് കയറി ചെന്നു. അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചി ബ്രദറുകാരിയാണ്, അമ്മച്ചിക്ക് അന്യഭാഷയിലൊന്നും വിശ്വാസമില്ല, അന്യഭാഷയൊന്നും പറയണ്ടെന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ അമ്മച്ചിയുടെ വീടിനെ എനിക്ക് കാണിച്ചു തന്നു, അമ്മച്ചി ഉപവാസമാന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നോട് ഇത്ര ദിവസം അമ്മച്ചി ഉപവാസമാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു കറക്റ്റാ, ഞാൻ ഇത്ര ദിവസം ഉപവാസമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അമ്മച്ചി പറഞ്ഞു കറക്റ്റാ, ഞാൻ എന്റെ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആ ഭവനത്തിലേക്ക്, അമ്മച്ചി എനിക്ക് കൈ തന്നു, ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെന്നു. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങൾ വചനം വിശ്വസിക്കുന്നവരാ. ഞാനും പറഞ്ഞു ഞാനും വചനം വിശ്വസിക്കുന്ന കൂട്ടത്തില. ഹല്ലേലൂയ. അമ്മച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന അന്യഭാഷയൊന്നും ഞങ്ങൾ പറയാത്ത കൂട്ടരാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി അന്യഭാഷ പറയണ്ട, പക്ഷെ ഞാൻ അന്യഭാഷ പറയും, എനിക്കതേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അമ്മച്ചിയോട് ഞാൻ അന്യഭാഷയെ പറ്റി ഒന്നും തർക്കിക്കാൻ ഒന്നും പോയില്ല. പക്ഷെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഏതായാലും ദൈവം ഇങ്ങനെ അടയാളമൊക്കെ തന്നെ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നെല്ല് കൊത്തി തിന്നുന്ന ഒരു പൂവൻകോഴിയെ കാണിച്ചിട്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ കയറി വന്നതെന്നൊക്കെ. പിന്നെ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യഭാഗം എടുത്തു കൊടുത്തപ്പോൾ അമ്മച്ചി അന്ന് വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനവും അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. എല്ലാ അടയാളങ്ങളും ഒത്തു വന്നതുകൊണ്ട് അമ്മച്ചി എനിക്ക് ആ വീട്ടിലൊരു പ്രവേശനം തന്നു, എന്റെ കൂടെ പ്രാർത്ഥിക്കാമെന്ന് സംബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ കൂടെ പ്രാർത്ഥിക്കാം. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനും ഇല്ല എന്നോർത്ത് ഞാൻ രാവിലെ ഇങ്ങനെ കർത്താവിനോട് സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് അമ്മച്ചിക്ക് ബോധ്യതയുണ്ടോ? പിന്നെ നിശ്ചയമായിട്ട് നീ കയറി വാ. ഇത്രയൊക്കെ അടയാളം പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടെ ഒരു പ്രവേശനം കിട്ടിയത്. ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. അന്നത്തെ കാലത്ത് അമ്മച്ചിക്ക് ഫോണില്ലായിരുന്നു. പിന്നെ മറുപടി ഒന്നും, പക്ഷെ ദൈവത്താൽ അയക്കപ്പെട്ടത് കൊണ്ട് ആ വിഷയത്തിനകത്ത് വിടുതൽ ഉണ്ടായി എന്ന് എനിക്കൊരു നല്ല ബോധ്യമുണ്ട്. പക്ഷെ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോ അമ്മച്ചി എന്നോട് മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഞാൻ പറയും, അമ്മച്ചി എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് അന്യഭാഷയെ പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. കാരണം
പെന്തക്കോസ്ത് സഭയിലെ വലിയ എക്സ്പീരിയൻസിൽ എനിക്ക് ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകമൊന്നും അന്നില്ല. കാരണം അന്ന് അന്യഭാഷ മാത്രമേ ഉള്ളൂ നാവില്. എങ്ങനെയാ മലയാളത്തിൽ പ്രാർത്ഥിക്കേണ്ടത് പോലും എനിക്കറിയത്തില്ല. എങ്ങനെ വാചകങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്യും. ഞാൻ അമ്മച്ചിയോട് പറയും, അമ്മച്ചി മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയും. അപ്പൊ അമ്മച്ചി പറയും, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ അമ്മച്ചി അങ്ങ് മിണ്ടാതായി, അമ്മച്ചി സ്റ്റോപ്പായി. ഹല്ലേലൂയ. അതിനുശേഷം അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ അമ്മച്ചി ഒരു 20 രൂപ നിന്റെ കയ്യിൽ തരും, നീ അത് വാങ്ങരുത്, ഞാൻ നിനക്ക് ഇതിലും വലുതായിട്ടൊരു പ്രതിഫലത്തെ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് അമ്മച്ചി എന്നോട് പറഞ്ഞു, പോകുന്ന വഴിക്ക് വല്ല നാരങ്ങാ വെള്ളം വാങ്ങിച്ചു കുടിച്ചു. കാരണം ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് വല്ല നാരങ്ങാ വെള്ളം വാങ്ങിച്ചു കുടിച്ചോ എന്ന് പറഞ്ഞു ഒരു 20 രൂപ എടുത്തോണ്ട് അമ്മച്ചി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ കർത്താവ് പറഞ്ഞ പോലെ 20 രൂപയാ. ഹല്ലേലൂയ. അമ്മച്ചി എന്നോട് നിർബന്ധിച്ച്, ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, വേണ്ട അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് വാങ്ങരുതെന്ന് ഓ അങ്ങനെയും പറഞ്ഞു കർത്താവ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോന്നു. പക്ഷെ അതിനുശേഷം എനിക്കറിയാം, അന്നത്തെ എന്റെ ജീവിതത്തിൽ അന്ന് ഞാൻ 20 രൂപ വാങ്ങാതെ വന്നതിന് പിൻപിൽ കർത്താവിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ വിവാഹ വിഷയത്തിന്റെ ചില വിടുതൽ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഞാൻ ആ കർത്താവ് പറഞ്ഞ 20 രൂപ വാങ്ങാതെ വന്നത് കൊണ്ട് കർത്താവ് എനിക്ക് വലിയതൊന്നും എന്റെ അക്കൗണ്ടിനകത്ത് എവിടുന്നോ, ഇന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവിടുന്ന് വന്നൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഞങ്ങളുടെ പാസ്റ്റർ മാമയുടെ ഇടപെടലിനകത്ത് ഹല്ലേലൂയ എന്റെ ആവശ്യത്തിന് വേണ്ടി വലിയൊരു തുക ദൈവം കരുതി തന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതികളെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും ഹല്ലേലൂയ അങ്ങനെയുള്ള ചില അത്ഭുതങ്ങളിലൂടെയാണ് ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. വലിയ ഒരു കാരണം ഇതൊക്കെ നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. അന്ന് നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയോഗത്തെ അനുസരിപ്പാൻ തയ്യാറായാൽ വലിയതൊന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കരുതും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, അല്ലെങ്കിൽ ഒരു പ്രവാചകനും വെളിപ്പെടാത്തത്. പ്രവാചകന്മാര് പറയണമെങ്കിൽ പോലും പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിട്ടല്ലാതെ പല നന്മയും. കാരണം നമ്മുടെ പല നന്മകളെ കുറിച്ചും പല ദൈവിക പദ്ധതികളെ കുറിച്ച് ചില പ്രവചന ശബ്ദത്തെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ലഭിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്ത നന്മകളിലൂടെ നമ്മെ നടത്തുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിനെ ട്രസ്റ്റ് ചെയ്യുവാൻ തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ശരീരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ ഹിതത്തെ വഹിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തെ വഹിപ്പാൻ ആരും തയ്യാറാകുമോ അവർക്ക് വേണ്ടി ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ, കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഹല്ലേലൂയ സ്തോത്രം, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മയെ നമുക്ക് നൽകി തരുവാൻ കഴിയുന്ന സർവശക്തനായ ഒരുവന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ യോഹന്നാന് സംഭവിക്കപ്പെട്ടതുപോലെ യോഹന്നാൻ വളരെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവനാകുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ അയക്കപ്പെട്ടവൻ എന്ന് വളരെ വ്യക്തമായ ഒരു വെളിപ്പാട് യോഹന്നാന് കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ടും ഹല്ലേലൂയ ഒരു പ്രതിസന്ധിക്കകത്ത്, ഒരു പ്രതികൂലത്തിനകത്ത് അകപ്പെട്ടു പോയപ്പോൾ തന്റെ ഉള്ളത്തിൽ ഒരു സംശയം വന്നു. ഹല്ലേലൂയ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ദൈവിക നിയോഗത്തെ സംശയിക്കാതെ ഹല്ലേലൂയ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക വിടുതലുകളെയും വലിയ ആത്മീക ശുശ്രൂഷയ്ക്കകത്തേക്കും ദൈവം അവരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. ലോകത്തിൽ യേശുവിനെ ലോകത്തിന് കൊടുക്കേണ്ടതിന് മറിയയുടെ ആ ഡെഡിക്കേഷന്, ഹല്ലേലൂയ ആ കന്യകയുടെ ഡെഡിക്കേഷന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. പിന്നെ അവളുടെ ഹൃദയത്തിൽ ഒരു ഭാരം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? വിവാഹം കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വിവാഹം കഴിയാതെ ഹല്ലേലൂയ യോസേഫുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞ എന്നെ ഇനി ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഞാനൊരു അനുഭവത്തിലേക്ക്, ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ഹല്ലേലൂയ. അതുവരെയും ഹല്ലേലൂയ മശീഹയെ കുറിച്ചുള്ള പ്രവചനം ഉണ്ടെന്നാകിലും ഹല്ലേലൂയ അതുകൊണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലാണെന്ന് യെശയ്യാവ് പ്രവചിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും ആധിപത്യം തോളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം, വേശ്യയെന്ന് എന്നെ ആൾക്കാർ മുദ്രകുത്തുമല്ലോ. ഹല്ലേലൂയ. അവൾ വളരെ ഭയപ്പെട്ട് കാണും. ഇന്നുള്ളതുപോലെ നമ്മളൊക്കെയും ദൈവാത്മാവിൽ നിന്ന് ഒരു നിയോഗം ലഭിക്കപ്പെടുമ്പോൾ, അയ്യോ ഈ നിയോഗം സ്വീകരിച്ച് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്റെ അമ്മ
എന്നോട് പറഞ്ഞതുപോലെ നിനക്ക് വട്ട് പിടിച്ചതാ, പ്രാർത്ഥിച്ച് വട്ടായി പോയതാണെന്ന് സ്വന്തക്കാരും ബന്ധുജനങ്ങളും കൂടെ ഹല്ലേലൂയ ചുറ്റും നിന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം, ഒരു കന്യകയായ ഹല്ലേലൂയ ഒരു കന്യക ഗർഭം ധരിച്ചാൽ സ്വന്തം പിതാവ് തന്നെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഒന്നാമത്തെ കല്ല് അവളുടെ പിതാവിങ്കിൽ നിന്നുള്ള കല്ലാണ് അവളുടെ മേത്ത് വീഴാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവള് ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അതിനുശേഷമുണ്ടായതോ, പ്രസവിക്കാൻ ഒരിടം കിട്ടിയോ? ഹല്ലേലൂയ. ഓട്ടമല്ലായിരുന്നോ? എവിടെങ്കിലും പ്രസവിപ്പാൻ ഒരിടമുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നതാ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഇത് ദൈവത്തിന്റെ ഹിതമാ. ഇത് ലോകത്തെ വിടിവിപ്പാനിരിക്കുന്ന യേശുവാ. ഹല്ലേലൂയ. ഇത് ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വന്നതാ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സന്താനത്തെയാണ് ഞാൻ വഹിക്കുന്നത് എന്നൊക്കെ ലോകത്തോട് പറഞ്ഞാൽ ലോകം വിശ്വസിക്കുമോ? ഹല്ലേലൂയ സ്തോത്രം. പ്രസവിപ്പാൻ ഒരു ഇടം പോലും അവൾക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ. പശുത്തൊഴുത്തിലുള്ള ഒരു അനുഭവമാണ് അവൾക്ക് കിട്ടിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളുടെ ഭർത്താവിനോടോ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാം ദൈവം ഹല്ലേലൂയ ജ്ഞാനത്തോടെ യോസേഫിന്റെ സ്വപ്നത്തിനകത്തേക്ക് അങ്ങ് ഇറങ്ങി. ആരെയാണോ ഈ വിഷയത്തിനകത്ത് ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവും നിയോഗിച്ചിട്ടുള്ളത്, അവരെ കൃത്യമായി ചേർത്ത് തരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആരെയാണോ ഒരു ദൈവം നമുക്കൊരു ദൈവിക നിയോഗം തന്നത്, ആ നിയോഗത്തിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടതിന് ആരെയാണോ ഈ പദ്ധതിയുടെ ഭാഗവാക്കാക്കുവാൻ, ഈ പദ്ധതിക്ക് ഹല്ലേലൂയ ചേർത്ത് പിടിക്കുവാൻ നമ്മെ സഹായിക്കാൻ ആരാണോ ഉള്ളത്, ഹല്ലേലൂയ സ്തോത്രം, അവരോട് ദൈവം അങ്ങ് ഇടപെടും. അവരോട് ദൈവം അങ്ങ് സംസാരിക്കും. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പം മുമ്പ് ഒരു ആന്റി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, മൊർദെഖായിക്ക് തന്റെ ജനത്തെ, യഹൂദാ ജനത്തെ ഹല്ലേലൂയ രക്ഷിക്കേണ്ടതിന് ഒരു രാജാവിന്റെ ഉറക്കത്തെ ദൈവം അങ്ങ് കെടുത്തി. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനവൃത്താന്ത പുസ്തകം വായിച്ചിട്ടല്ലാതെ ഹല്ലേലൂയ രാജാവിന് ഉറക്കം വന്നില്ല. ഹല്ലേലൂയ. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ആരെയൊക്കെ എവിടെയൊക്കെ ഉണർത്തണമോ, അല്ലെങ്കിൽ എവിടെയൊക്കെ ആ ദൈവിക പദ്ധതിയോട് ചിലരെ ചേർത്ത് നിർത്തണമോ, അത് പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ യോസേഫിന്റെ സ്വപ്നത്തിനകത്തേക്ക് സ്വർഗം അങ്ങ് ഇറങ്ങി. ഹല്ലേലൂയ. അവളോട് പറഞ്ഞു, യോസേഫ് നീതിമാനായിരുന്നു. കാരണം നീതിമാനായ ഒരുത്തന്റെ പ്രത്യേകത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലോകാപവാദം വരുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്ന ഒരു സ്വഭാവം യോസേഫിന് ഇല്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യോസേഫ് നീതിമാനാകൊണ്ട് അല്ലെങ്കിൽ അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് ആരും അറിയാതെ അവളെ ഉപേക്ഷിച്ച് കളയാം എന്ന് യോസേഫ് ഹൃദയത്തിൽ ചിന്തിച്ചു. അപ്പോൾ തന്നെ യോസേഫിനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്, ആകയാൽ അവളെ ചേർത്ത് പിടിക്കുവാൻ നീ ശങ്കിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ശുശ്രൂഷയോടും നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെയും നമ്മെ ഹല്ലേലൂയ ആരുടെയൊക്കെ പാർട്ടാക്കി തീർക്കണമോ അവരിലേക്ക് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി ചെല്ലുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ വ്യക്തമായ ദൈവിക ബന്ധമുള്ളവർക്ക് മാത്രമാണ് ദൈവിക നിയോഗങ്ങളെ സ്വീകരിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഹൃദയം നിറച്ച് കുശുമ്പ്, കുന്നായ്മയും ദൂഷണവും പരദൂഷണവും ഒക്കെ കൊണ്ട് നടക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാനൊക്കെ സമയമെടുക്കുന്ന ഒരു വ്യക്തിയില് ഹല്ലേലൂയ എത്രമാത്രം നീതി ഹല്ലേലൂയ വെളിപ്പെട്ടാലും ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, അവർക്ക് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. എന്നാൽ ഹൃദയത്തെ ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ഹല്ലേലൂയ നാം ശുദ്ധീകരിക്കപ്പെടുമാറാകണം. അല്ലെങ്കിൽ ആരാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്? ഹല്ലേലൂയ സാക്ഷാൽ നീതിയായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമുക്ക് ശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നമുക്ക് വീണ്ടെടുപ്പ് വില കൊടുത്തത്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടെടുപ്പ് വില കൊടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ ഈ ഭൂമിയിൽ പൊന്നിനോ പണത്തിനോ ഹല്ലേലൂയ വിലയേറിയ വസ്തുക്കൾക്കോ ആഡംബരങ്ങൾക്കോ നമ്മുടെ സൗന്ദര്യത്തിനോ ഹല്ലേലൂയ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ ഒന്നും നമ്മെ നീതീകരിക്കാൻ ഒരു കഴിവില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചവനെ ആർക്ക് കുറ്റം ചുമത്തുവാൻ കഴിയും? ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ കർത്താവിനോട് ചേർന്നുള്ള ചില ആത്മീക ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നതിലും ദൈവം നമുക്ക് അനുകൂലമാണ്. നാം സൗഖ്യം അനുഭവിക്കുന്നതിനകത്ത് ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഹല്ലേലൂയ. പ്രതിയോഗിയായി പ്രതിസന്ധിയായി എഴുന്നേറ്റ് നിൽക്കുന്ന ഹല്ലേലൂയ പ്രതിയോഗിയുടെ വെല്ലുവിളിയെ ഹല്ലേലൂയ സ്തോത്രം കവിഞ്ഞു പോകുവാൻ കഴിയുന്ന ഒരു ആത്മശക്തിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. നാം ജനിച്ചപ്പോൾ കിട്ടിയ ഒരു ഹല്ലേലൂയ പ്രത്യേകതയല്ല ഈ ആത്മശക്തി. ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നമ്മൾ നേടിയെടുത്തതല്ല ഈ ആത്മശക്തി. ഈ ആത്മശക്തി ഹല്ലേലൂയ സ്തോത്രം, ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിലേക്ക് പകർന്നു നൽകുവാൻ ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു മൺകൂടാരത്തിലാണ് നാം ആയിരിക്കുന്നത്.
താഴ്ചയുള്ള ശരീരത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ഈ അത്യന്ത ശക്തിയെ നമുക്ക് സ്വന്തമായി തരുവാൻ കർത്താവിന് നമ്മോട് പ്രസാദം തോന്നിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഏതെങ്കിലും വിഷയത്തിന് പരിഹാരമില്ല, ഏതെങ്കിലും വിഷയത്തിന് വിടുതലില്ല എന്ന് നമ്മോട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ പ്രാർത്ഥനയെ കർത്താവ് നിശ്ചയമായിട്ടും കേൾക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ 100 വീട് വെച്ചു കൊടുത്ത അമൃതാനന്ദമയിയേക്കാൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം നീതീകരിക്കപ്പെട്ടവരാ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ രക്തത്തിന് മാത്രമാണ് നമ്മുടെ പ്രാണന് മറുവില കൊടുപ്പാൻ കഴിഞ്ഞത്. യേശുവിന്റെ രക്തത്തിൽ കൂടെയാണ് യേശുവിനെ യേശു എന്റെ രക്ഷിതാവാണെന്ന്, യേശു എന്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയണം. എന്നാൽ മാത്രം ഏറ്റുപറച്ചിലിന് ബൈബിൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണോ നാം ഏറ്റുപറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ എന്ന ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. കർത്താവിന്റെ വചനത്തെ ഏറ്റുപറയാനും ഒരു അസാധാരണ ധൈര്യം വേണം. ആ ധൈര്യം എവിടുന്നാ നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ അകപ്പെട്ടു നിൽക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ മുൻപിൽ അകപ്പെട്ടു നിൽക്കുമ്പോൾ ഹൃദയം ശുഭവചനത്താൽ കവിയണം. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് വചനം ഉണ്ടെങ്കിൽ നാം വചനം വിളിച്ചു പറയും. വചനം വിളിച്ചു പറയുമ്പോൾ വചനത്തിനകത്താണ് ശക്തി ഇരിക്കുന്നത്. ഒരു പ്രവാചകന് പ്രവചനം പറഞ്ഞിട്ട് പോകാനേ പറ്റത്തുള്ളൂ. ആ പ്രവചനം തക്ക സമയത്ത് നിറവേറണമെങ്കിൽ അകത്ത് ദൈവവചനത്തിന്റെ ശക്തി വേണം. അകത്ത് ദൈവവചനത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ സ്തോത്രം, വചനത്തെ ഏറ്റുപറയുമ്പോൾ വചനം പ്രവർത്തിക്കും. വചനത്തിന് അതിന് പ്രവൃത്തി ചെയ്യാതെ അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. വചനം ശക്തിയോടെ വ്യാപരിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാം. ഹല്ലേലൂയ, സ്തോത്ര. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം മകളാകുവാൻ അല്ലെങ്കിൽ ദൈവ മകനാകുവാൻ ദൈവം നമുക്കൊരു അധികാരം തന്നു. അതൊരു അധികാര പദവിയാണ്. ആ അധികാരത്തിനകത്ത് നിന്നുകൊണ്ടാണ് നാം ഇങ്ങനെ കൽപ്പിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രതിസന്ധിയോട് കൽപ്പിക്കുവാൻ നമുക്കൊരു അധികാരം ഉണ്ടെങ്കിൽ അത് ദൈവ മകൾ ദൈവ മകൻ എന്നുള്ള അധികാരത്തിനകത്ത് കയറി നിന്നുകൊണ്ടാണ് നാം യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തെ അധികാരത്തോട് ഉപയോഗിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആഴത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതിലധികമായി വൻകാര്യങ്ങളെ ചെയ്യേണ്ടതിന്, ഇതിലധികമായി വൻകാര്യങ്ങളെ പ്രവർത്തിക്കേണ്ടതിന്, ഇതിലധികമായി വൻകാര്യങ്ങളെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രസ്താവിക്കേണ്ടതിന്. നമുക്കറിയാം എഹെസ്കേലിന്റെ മേൽ എങ്ങനെയാ ദൈവശക്തി വന്നത്. ദൈവശക്തി വന്നിട്ട് എഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുകയാണ്, അസ്ഥി കൂമ്പാരത്തിന്റെ ഇടയിൽ കൂടെ നടക്കുന്നതല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അതെ കർത്താവെ, അസ്ഥി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, ഇവിടെ ശൂന്യവും നാശവും മാത്രമേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരാനാ? ഹല്ലേലൂയ. പക്ഷേ എഹെസ്കേലിനോട് കർത്താവ് ചോദിക്കും, ഈ അസ്ഥി ജീവിക്കുമെന്ന് നീ തന്നെ പറയണം. ഹല്ലേലൂയ. ഈ അസ്ഥി ജീവിക്കുമെന്ന് നീ തന്നെ പറയണം. ഹല്ലേലൂയ. ദൈവപുത്ര, ഹല്ലേലൂയ. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. കർത്താവെ, നീ അറിയുന്നു, നീ മാത്രം അറിയുന്നു. നീ സർവശക്തനല്ലേ, നീ സർവജ്ഞാനിയല്ലേ, അഖിലാണ്ടത്തിന്റെ ഉടയവനല്ലേ, നിനക്ക് മാത്രം അറിയാം, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് പറയും, ഈ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ നീ പറയണം. ഹല്ലേലൂയ. നീ ഏറ്റു പറയണം, ഈ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിനകത്ത് എന്ത് സംഭവിക്കണമെന്ന്, തലമുറയുടെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കപ്പെടണമെന്ന്, ഹല്ലേലൂയ, കുടുംബജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കപ്പെടണമെന്ന്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനിന്റെ കാൽ കീഴെ ചതച്ചു കളയണമെന്ന് നീ പറയണം. എങ്കിൽ മാത്രമാണ് ഭവനത്തിനകത്ത് സമാധാന അന്തരീക്ഷത്തെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നീ പകച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ, ഹല്ലേലൂയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ, ഇതാ രോഗശാന്തിയും ആരോഗ്യവും ഞാൻ വരുത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഹല്ലേലൂയ പകച്ചു നിൽക്കുകയാണ്. ഡോക്ടേഴ്സ് ചേംബറുകളിൽ പോയി ക്യൂ നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മരുന്നാണ് ഡോക്ടർ എഴുതി തരുന്നത്, ഏത് സർജറിയാണ് ഡോക്ടർ ഡിക്ലെയർ ചെയ്യുന്നത്, അതിനെ അനുസരിക്കാൻ വേണ്ടി. അതല്ല പ്രിയമുള്ളവരെ, അസ്ഥികൾ ജീവിക്കണമെങ്കിൽ നീ പറയണം, ഞരമ്പ് വെക്കണമെങ്കിൽ നീ പറയണം, ത്വക്ക് വരണമെങ്കിൽ നീ പറയണം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അസ്ഥിക്കൂട്ടങ്ങളെ നിവർത്ത് നിർത്തുമാറാക്കണമെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ പ്രവചന ശബ്ദം നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മുടെ തലമുറകളുടെ ഏറ്റവും വലിയ പ്രവാചക രാജ ആരാ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളാ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ നോക്കി നന്മ പ്രവചിക്കുവാൻ കഴിയുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രവാചകി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു അമ്മയാ. ഹല്ലേലൂയ, സ്തോത്രം. അമ്മമാര് പറയും, ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഞങ്ങൾ ആപത്തിനായി പ്രസവിച്ചവരല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകളെ ആപത്തിന് വിട്ടുകൊടുക്കാനുള്ളവരല്ല. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സന്തതി നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിന്റെ സന്തതി ഹല്ലേലൂയ നിന്നെ വിട്ടോ ഹല്ലേലൂയ ദൂരത്തേക്ക് അകന്നു പോകുന്നുവെങ്കിൽ ദൈവവചനം ഇങ്ങനെയാ പറയുന്നത്, നിന്റെ സന്തതി നിന്നോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഉത്തരമരുളുമെന്ന് ഹല്ലേലൂയ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഹൃദയത്തിൽ ഹല്ലേലൂയ വചനത്താൽ ഹല്ലേലൂയ ശുഭവചനത്താൽ ഹൃദയം കവിയുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്ക് ആത്മതലത്തിൽ പൊങ്ങി വരുവാൻ, ഹൃദയത്തിൽ വചനമുണ്ടെങ്കിലും അത് പ്രസ്താവിപ്പാൻ, ധൈര്യത്തോടെ അത് പ്രസ്താവിപ്പാൻ നമുക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചു പോയാലും മരണത്തിനപ്പുറവും നമ്മെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിക്ക് ഹല്ലേലൂയ നമ്മുടെ മേൽ വലിയൊരു മിഷൻ ഉണ്ടാകിയാൽ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൈവ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അധികം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ കഴിയുന്ന ഒരു ഹല്ലേലൂയ ദൈവകൃപയ്ക്കകത്ത് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം കർത്താവ് ഇന്ന് പൽക്കാലം നമ്മെ കേൾപ്പിച്ചല്ലോ. നമ്മിൽ പലരും പലവിധമായ പ്രതിസന്ധികളിലൂടെ